ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പാലിയേക്കര മണലിയിൽ വ്യാപകമായി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി. മണലിയിൽ പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അനധികൃതമായി മണ്ണിട്ട് നികത്തിയത്. ആർഡിഒക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് നെന്മണിക്കര വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി തണ്ണീർത്തടം നികത്തൽ തടഞ്ഞു. ആമ്പല്ലൂരിലുള്ള സ്വകാര്യ വ്യക്തിയുടെയാണ് ഭൂമി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപകരാറെടുത്ത കമ്പനി ഈ സ്ഥലം വാങ്ങുന്നതിനായി കരാർ നടത്തിയിരുന്നതായി വില്ലേജ് അധികൃതർ പറഞ്ഞു. ഇതിൽ ആരാണ് തണ്ണീർത്തടം നികത്തിയെന്ന അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ. സർക്കാർ ഓഫീസുകൾ അവധിയായി കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു മണ്ണിട്ട് നികത്തൽ നടന്നത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ടോറസ് ലോറികളിൽ എത്തിച്ച ലോഡ് കണക്കിന് മണ്ണ് ഉപയോഗിച്ചാണ് തണ്ണീർത്തടം നികത്തിയിരിക്കുന്നത്. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് സൂക്ഷിക്കാൻ വേണ്ടി കൂട്ടിയിട്ടതാണെന്നാണ് വില്ലേജ് ഓഫീസർക്ക് ലഭിച്ച വിവരം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ വില്ലേജ് അധികൃതർ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയെടുക്കണമെന്ന റിപ്പോർട്ട് ആർഡിഒക്ക് സമർപ്പിച്ചു. ദേശീയപാതയോർത്ത് അടുത്തിടെയായി വ്യാപകമായാണ് തണ്ണീർത്തടം നികത്തിയത്. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.